തന്റെ എല്ലാമായിരുന്ന അച്ഛൻ അപ്രതീക്ഷിതമായി കാവ്യയെ വിട്ടുപോയപ്പോഴും കാവ്യ പറഞ്ഞത് ഒരേ ഒരു കാര്യം മാത്രം. കഴിഞ്ഞ ദിവസമാണ് കാവ്യമാധവന്റെ അച്ഛൻ പി മാധവൻ നിര്യാതനായത്. കാവ്യമാധവന്റെ നട്ടെല്ല് അച്ഛനും അമ്മയുമാണെന്ന് കാവ്യ എന്നും പറയുന്നതാണ്. താരത്തിന്റെ കൂടെ എല്ലാ ഷൂട്ടിംഗ് ലൊക്കേഷനിലും മാധവൻ ചേട്ടനും നിറസാന്നിധ്യമായിരുന്നു. കാവ്യയ്ക്ക് കൂട്ടായി എന്നും അച്ഛനുണ്ടായിരുന്നു. ഒറ്റ മകളായതുകൊണ്ട് തന്നെ അച്ഛൻ എന്നോട് അല്പം വാത്സല്യം കൂടുതലാണെന്ന് കാവ്യ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ആവാം കാവ്യ മഹാലക്ഷ്മിയുടെ പഠനകാര്യവുമായി ചെന്നൈയിലേക്ക് താമസം മാറ്റിയപ്പോൾ അച്ഛൻ മാധവനും അമ്മയും അവിടേക്ക് താമസം മാറ്റിയത്. അവിടെ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിത വിയോഗം. കൊച്ചിയിൽ വെച്ചാണ് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. എന്നാൽ അച്ഛന്റെ വിയോഗത്തിൽ തളർന്നിരിക്കുമ്പോഴും ഇനി എല്ലാ കാര്യങ്ങളും ഏട്ടൻ വന്നിട്ട് തീരുമാനിക്കട്ടെ എന്നാണ് കാവ്യ പറഞ്ഞത്. മാധവേട്ടൻ ദിലീപിനും അത്രയും പ്രിയപ്പെട്ടതായിരുന്നു. മാമാട്ടിക്ക് എല്ലാത്തിനൊപ്പം കൂട്ടായി മുത്തശ്ശൻ അവിടെ ഉണ്ടെന്നെല്ലാം ദിലീപും എപ്പോഴും പറഞ്ഞിരുന്നു. ചെന്നൈയിൽ വെച്ച് മരണം സംഭവിക്കുമ്പോൾ കേരളത്തിലാണ് ദിലീപ്. ഫോണിലൂടെ കാവ്യ അച്ഛൻ പോയി എന്ന് പറഞ്ഞപ്പോൾ ഒരു നിമിഷം നിശബ്ദനായി നിൽക്കാനേ ദിലീപിനും കഴിഞ്ഞുള്ളൂ. മറുഭാഗത്തുനിന്ന് കാവ്യയുടെ കരച്ചിൽ കേട്ട് സഹിക്കാനാകാതെ ദിലീപിന് എത്രയും വേഗം ചെന്നൈയിൽ എത്തണമെന്ന് ചിന്തയായിരുന്നു. ഉടൻ തന്നെ മീനാക്ഷിയെയും കൂട്ടി അവർ ചെന്നൈയിലെത്തി. വർഷങ്ങളായി അവർ കൊച്ചിയിലാണ് താമസം. അതുകൊണ്ട് തന്നെ കൊച്ചിയിലെ വീട്ടിലാണ് ബാക്കി ചടങ്ങുകൾ നടത്തുന്നത്. ഫ്ലൈറ്റിലാണ് കൊണ്ടുവരുന്നത്. വർഷങ്ങളായി കൊച്ചിയിലാണ് അവർ സ്ഥിരതാമസം. കാവ്യയുടെ ഇഷ്ടപ്രകാരം പഴയ തറവാട് പോലെ പണി കഴിപ്പിച്ച വീട്ടിലായിരുന്നു അവരുടെ താമസം. ദിലീപുമായുള്ള രണ്ടാം വിവാഹത്തിന് ശേഷം കാവ്യ ചെന്നൈയിലേക്ക് താമസം മാറ്റുകയായിരുന്നു. അപ്പോഴാണ് അച്ഛനും അമ്മയും ചെന്നൈയിലേക്ക് പോയത്. കാവ്യയ്ക്ക് മിഥുൻ എന്നൊരു ചേട്ടൻ കൂടിയുണ്ട്. മിഥുനും ഭാര്യയും വർഷങ്ങളായി ഓസ്ട്രേലിയയിലാണ് താമസം. മരണവിവരം അറിഞ്ഞ് അവരും തിരിച്ചിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം കുടുംബാംഗമാണ് പി മാധവൻ. സുപ്രിയ ടെക്സ്റ്റൈൽസിന്റെ ഉടമ കൂടിയായിരുന്നു അദ്ദേഹം. അതിനുശേഷം കാവ്യ സിനിമയിലേക്ക് വന്നതോടെ ബിസിനസ്സിൽ അത്ര ശ്രദ്ധ കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല അദ്ദേഹത്തിന്. അച്ഛന്റെ പാരമ്പര്യം നിലനിർത്താനാണ് ലക്ഷ്യ എന്ന വസ്ത്രസ്ഥാപനം കാവ്യ തുടങ്ങിയത്. അതിന്റെ എല്ലാ മേൽനോട്ടവും മാധവേട്ടൻ തന്നെയായിരുന്നു. കാവ്യയുടെ പേരിന് അഴക് തന്നെയായിരുന്നു മാധവൻ. കാവ്യയുടെ കൂടെ സിനിമാ രംഗത്ത് നിറസാന്നിധ്യമായിരുന്നു അച്ഛനും അമ്മയും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ നിരവധി പേരാണ് അനുശോചനം അറിയിച്ച് എത്തിയിരിക്കുന്നത്.